നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതറിയാൻ വേണ്ടി കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നീ ഒരു ഇത്തിരി ബുദ്ധിമാനായതുകൊണ്ട് ഏത് കാര്യത്തിൽ നിന്നും വളരെ വൃത്തിയായിട്ട് ഒഴിഞ്ഞു മാറാൻ നിനക്ക് അറിയാലേ. വെറുതെ അമ്മയും മോളും കൂടി മത്സരിച്ച് ഒരുങ്ങിയിരിക്കാൻ തോന്നുന്നു. എന്തൊരുക്കം! ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ വൃത്തിയായിട്ട് പോണ്ടേ? അമ്മ രണ്ടാളും സൂപ്പർ ആയിരിക്കെ. ബ്യൂട്ടി പാർലർ എന്തായാലും നിത്യമോള് പോരുന്നില്ലാന്ന് തീരുമാനിച്ച ഒട്ടും ശരിയായില്ല. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ അച്ഛാ. ഒരു ചെറിയ തലവേദന ഇന്നലെ മുതലേ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കൂടിയിട്ടേ ഉള്ളൂ. മോളെ, ജീവൻ കൂടി പോയാല് തനിച്ചിരിക്കണ്ടേ നീ? അതിനെന്താ അമ്മേ, നമ്മുടെ വീടല്ലേ. മോള് വരാത്തതിന്റെ യഥാർത്ഥ കാരണം എന്താന്ന് അമ്മയ്ക്കറിയാം. അതിനെക്കുറിച്ച് ഇപ്പൊ നമ്മൾ കൂടുതൽ സംസാരിച്ചാൽ ശരിയാവില്ല. ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം. പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാലേ അവിടെ ജസ്റ്റ് സാറയുടെ ഇനാഗ്രേഷൻ നടക്കുന്നു, നമ്മളിങ്ങ് തിരിച്ചു പോരുന്നു. കേട്ടോ സുജാതെ? അല്ലാതെ അവിടുത്തെ ബാക്കി കാര്യങ്ങളിലൊന്നും സുജാത കയറി ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ. അക്കാര്യത്തിൽ അച്ഛൻ പേടിക്കണ്ട. നിത്യേച്ചി ഇവിടെ തനിച്ചുള്ളപ്പോ അമ്മ ഇവിടെ കാലുറപ്പിച്ച് നിൽക്കില്ല, അതെനിക്ക് ഉറപ്പാ. പക്ഷെ ഇവിടുന്ന് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എല്ലാം വിശദമായിട്ട് കണ്ടിട്ടേ ഞാൻ പോരും. നീ അവിടെ തന്നെ നിന്നു. എന്നിട്ടേ നീ ഇന്ന് വൈകുന്നേരം അത് അടച്ചു കഴിഞ്ഞ ശേഷം സാറയുടെ ഒപ്പം പോന്നാ മതി. എന്താ അതുപോലെ? അച്ഛൻ പറഞ്ഞാൽ അത് ഓക്കെയാ. പക്ഷെ തിരിച്ചു വരുമ്പോ ഇവിടെ വേറൊരാൾ കലിതുള്ളി നിൽക്കരുത്. അങ്ങനെ ഒരാൾ ഇവിടെ കലിപൂണ്ട് നിൽക്കുവാണെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം കേട്ടോ. എന്നാ ശരി മോളെ, നമുക്കിറങ്ങാം. ശരി നമ്മളെ എന്താ നീ പോവാതിരുന്നേ? അമ്മയുടെ കൂടെ അമ്മയുടെ ഭർത്താവുണ്ട്. മാത്രല്ല അമ്മയെക്കുറിച്ച് അമ്മയുടെ ഭർത്താവിന് സംശയമില്ല. എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. എന്റെ കാര്യത്തിൽ എന്റെ ഭർത്താവിന് തീരാത്ത സംശയമല്ലേ. ഞാൻ എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ പോയി നിങ്ങൾ ഉറക്കം കളയുന്നത്? ഒന്ന് നിന്നേ. അവനും കൂടെ പോയി കഴിഞ്ഞാൽ നീ പിന്നെ തനിച്ചാവല്ലോ. ഇവിടുന്ന് മതിലിയാണെന്ന് എളുപ്പോ. ഈ മതില് ഇവിടെ വളരെ മുമ്പുള്ളതാ. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതിന് മുന്നേ ഉള്ളത്. അന്ന് ഈ വീട്ടില് അമ്മയും പെങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ? എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന വീടിന് ഒരു അന്തസ്സുണ്ട്. അത് പാലിക്കേണ്ടത് എങ്ങനെയാണെന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒന്നിങ്ങനെ തലകുനിച്ച് നടക്കുകയാണെന്ന് കരുതി വീണ്ടും വീണ്ടും പുറകെ വരരുത്, കേട്ടല്ലോ? ഞാൻ എന്ത് ചെയ്യുന്നറിയാൻ ഒളിച്ചെന്റെ പുറകെ വരണ്ട. ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരികയോ ഭ്രാന്ത് വരുമോ എന്തായാലും എനിക്ക് പ്രശ്നമില്ല.
എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും എന്നോട് സ്നേഹമുണ്ട്. പക്ഷെ ഒരു ഭാര്യയ്ക്ക് സ്നേഹം തരേണ്ട ഭർത്താവ് എന്താ എനിക്ക് തരുന്നത്? സത്യത്തിൽ എന്തിനെങ്ങനെ ജീവിക്കുന്ന മതിയായി തുടങ്ങി എനിക്ക്. ഹലോ സാറാ. എന്താടോ, തനിക്ക് എന്നോട് വല്ല പണക്കമുണ്ടോ? ഇല്ല. എന്ത് പിണക്കം? എന്നിട്ട് താനെന്താ പിന്നെ പാർലറിന്റെ ഉദ്ഘാടനത്തിന് വരാത്തത്? അത് എനിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ടാ. അമ്മ പറഞ്ഞില്ലേ. എടോ, തനിക്ക് ജസ്റ്റ് ഇവിടെ വന്നൊന്ന് പോകുന്നതിനെന്താ? തന്നെ ഞാൻ വല്ലാതെ പ്രതീക്ഷിച്ചു. ഞാനിപ്പോ വണ്ടി കൊടുത്ത് മനുവിനെ അങ്ങോട്ട് അയക്കാം. വേണ്ട സാറാ, എല്ലാം നന്നായി നടക്കട്ടെ. ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന്റെ അനുഗ്രഹമൊക്കെ ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം. എന്റെ ഇപ്പോഴത്തെ ആവശ്യം താൻ ഇങ്ങോട്ട് എത്തുക എന്നുള്ളതാ. ഒരു എക്സ്ക്യൂസും പറയണ്ട, താൻ വന്നേ പറ്റൂ. സാറ് നിർബന്ധിക്കരുത്. താൻ വന്നേ പറ്റൂ. എന്താ തന്റെ ശരിക്കുള്ള പ്രശ്നം? സുജാത ആന്റിയും രഘുവങ്ങളും എന്തിന് ശരവണ വരെ ഇവിടെയുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് താൻ ഒഴിഞ്ഞു മാറണമെങ്കിൽ അതിന്റെ കാരണം എനിക്ക് അറിയണം. സാറയ്ക്ക് അറിയാത്തതൊന്നും എനിക്ക് പറയാനില്ല. ഞാനിപ്പോ എങ്ങനത്തെ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയെങ്കിൽ മനസ്സിലാക്ക. മനസ്സിലായി. എത്ര കാലം എന്ന് വെച്ച് എങ്ങനെ നിൽക്കുക? വേണ്ട, ഈ സിറ്റുവേഷനിൽ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ എടോ, ഇത് അപകട. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ താൻ ആ വീടിന്റെ മൂലയിൽ കുടുങ്ങിപ്പോവും. പോട്ടെ സാറാ, ഇപ്പൊ സാറയുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തൊരു കഷ്ടം ഇത്. മനുഷ്യൻ ഇങ്ങനെ കഥപതിക്കോ? പാവ അച്ഛനും അമ്മയ്ക്കും അയാളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ അയാളുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ് അവരെങ്ങനെ താങ്ങും? എന്തായി മോളെ, നിത്യ വരാമെന്ന് പറഞ്ഞോ? ഇല്ല ആന്റി, ഞാൻ കുറെ നിർബന്ധിച്ചു. സുഖമില്ലാന്ന് തന്നെയാ പറഞ്ഞത്. ആ, സുഖമില്ലാത്ത ഒരാൾ അവിടെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ മറ്റുള്ളവർക്കും അസുഖം പിടിച്ചോളും. ആ, ഞാനിപ്പോ വരാം. എല്ലാവർക്കും ഓരോന്ന് മനസ്സിലായി തുടങ്ങിയെന്നാ തോന്നുന്നു. ആ, നടക്കുന്നത് മുഴുവൻ അറിഞ്ഞാൽ ആളുകൾ കളിയാക്കി ചിരിക്കുന്ന അവസ്ഥയായിരിക്കും നമ്മുടേത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.